ഇപ്പൊ ഇപ്പൊ ആ കുട്ടി 19 വയസ്സ് ഉള്ള കുട്ടിയാണ്, 33 വയസ്സുള്ള ഒരു ആളെ എങ്ങാണ്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നസ്രിയ ഒരു ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ കല്യാണം കഴിച്ചത്. പക്ഷെ ഫഹദ് ഫാസിലിന്റെ ഭാര്യ എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ല നസ്രിയക്ക് നമ്മുടെ മുമ്പിലുള്ളത്. റീൽസും റിയാലിറ്റി ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ആൾക്കാർ ഈ റീൽസിലുള്ളത് അങ്ങ് ശരിക്കും ഉള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ലൈഫിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നി, അവരെടുത്തു, അവർ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഒരു സ്ട്രെസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വെച്ചാൽ നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കണമെന്ന് അയാളുടെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രെസ് ഉണ്ടായിട്ടൊന്നും അല്ല കല്യാണം കഴിച്ചത്. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് കൂടുതലും വരുന്നത് ഫേസ്ബുക്കിലാണ്. നമുക്കൊരു ഈ പറയുന്ന രീതിയിൽ മാനസികപരമായി എത്തുന്ന ഒരു വളർച്ച ഏജ് കാറ്റഗറി അനുസരിച്ച് എത്തിയിട്ട് നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുത്തോ, അങ്ങനെ ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഫാമിലിയുടെ ഭാഗത്ത് നിന്നും പറയുന്നത്. ചിത്രൻ, 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു വിവാഹത്തിന്റെ റീലുണ്ടായിരുന്നു. ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വിവാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് വാർത്താ മാധ്യമങ്ങളിൽ വരെ വരുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു ചർച്ചാ വിഷയമായി മാറുന്നത്. അതിൻ്റെ ഒരു ചിത്ര വീഡിയോ റീൽസ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ട്വിസ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് വൈസ് പലപ്പോഴും പറയുന്ന പോലെ തന്നെ റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുണ്ട്. അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. വീണ്ടും അവരുടെ ഈ ഒരു കല്യാണത്തിൻ്റെ റീൽസ് പുറത്തേക്ക് വന്നപ്പോൾ നിന്റെ കോണ്ടന്റ് ഒക്കെ ഇങ്ങനെയായിരുന്നല്ലോ, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ ഒരു വേറെ വ്യത്യാസം. പലപ്പോഴും ഈ ഒരു റിയാലിറ്റിയിലേക്ക് കടന്നു വരാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു റീൽസിൻ്റെ ആ ഒരു ലോകത്ത് നിന്ന്. റീൽസും റിയാലിറ്റി ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ആൾക്കാർ ഈ റീൽസിലുള്ളത് അങ്ങ് ശരിക്കും ഉള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നണേ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലുള്ള ആൾക്കാരൊക്കെ കളിയാക്കുന്ന വീഡിയോസ്, പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അമ്മായിമാരൊക്കെ ഇങ്ങനെയാണ്, പരദൂഷണം പറയുന്ന അമ്മായിമാര്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുണ്ട്. നമുക്ക് കൂടുതലും റിലേറ്റബിൾ റീൽസ് ആണ് ആ കുട്ടി കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ശരി, നമുക്കും ഇത് എവിടെയൊക്കെയോ തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ റീൽസിന് നമ്മൾ പല രീതിയിൽ നമ്മൾ കോണ്ടന്റ്സ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് പല ഇന്റർവ്യൂസിന്റെ ഇടയിലും നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ഓപ്പോസ് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ ജോലിയുടെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവരങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ലൈഫിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നി, അവരെടുത്തു, അവർ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും വഴി നോക്കും. ഈ നാട്ടുകാർക്കാണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരവരുടേതായിട്ടുള്ള ലൈഫ് ജീവിച്ചു പോകുന്നുണ്ട്, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ കുട്ടി 19 വയസ്സ് ഉള്ള കുട്ടിയാണ്, 33 വയസ്സുള്ള ഒരു ആളെ എങ്ങാണ്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർക്ക് അതുപോലെ ജീവിക്കാനായിട്ടുള്ള പക്വത, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോട് കൂടി എല്ലാവരും കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അവര് കല്യാണം കഴിക്കണം എന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു 19 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ അതും ഇതും ഒക്കെ കണ്ടിട്ട് നമുക്ക് ജീവിതത്തിനെ കുറിച്ച് ഒരുപാട് പാഠമൊന്നും നമ്മൾ പഠിക്കാത്തൊരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു എന്നൊക്കെ ഇരിക്കാം. പക്ഷെ 19 വയസ്സുള്ള കുട്ടികളിലാണെങ്കിൽ പോലും ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല, ഭയങ്കര മെച്ചുവർ ആയിരിക്കും, അവരുടെ ഡിസിഷൻസ് ഒക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. നല്ല രീതിയിൽ അവർ ഒരു എന്താ പറയുക, കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവർക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉള്ള കുട്ടികളും ഈ 19 വയസ്സുകാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമ്മൾ 19 വയസ്സുള്ള കുട്ടികളെ അങ്ങനെ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മളങ്ങ് പറയരുത്. ഇപ്പൊ പേഴ്സണൽ ഒപ്പീനിയൻ എടുത്താൽ മൊത്തത്തിൽ ആ ഒരു 19 വയസ്സെന്ന് പറയുമ്പോൾ ഒരു യങ് ഏജ് ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചിത്ര, ഈ ഒരു വിവാഹത്തിന്റെ റീല് വന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് അതിനകത്തില് അതിന്റെ ബ്രദർ ആയിരുന്നു ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു, പോയതിന്റെ ഒരു വിശദീകരണം ഒക്കെ കൊടുക്കുന്നത് ഓൾറെഡി ഇങ്ങനെ ഒരു പ്രപ്പോസൽ എന്ന് വെച്ചാൽ കുട്ടിയുടെ 17ാമത്തെ വയസ്സിലാണ് ആ പുള്ളി പ്രപ്പോസ് ചെയ്യുന്നത്. 17 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു 30കാരൻ അല്ലെങ്കിൽ 29കാരൻ, ഇപ്പൊ പുള്ളിക്ക് 31 വയസ്സുണ്ട്, 29കാരൻ പ്രണയം തോന്നുകയാണ്.
പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പൊ ഇതിങ്ങനെ വീട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നിന്റെ ചിത്ര പറഞ്ഞ ആ ഒരു കൺസേൺ തന്നെ ആയിരിക്കും വീട്ടുകാർക്ക്. 17 അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ, ചിലപ്പോ നിലപാടുകൾ മാറാം. ഒരിക്കലും ഒരേ രീതിയിൽ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുന്നു വെച്ചിട്ട് ഒരിക്കലും ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഇതേ നിലപാടുകൾ തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ജീവിത പാഠങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നത്. ഒരുപാട് ലോകം കാണുമ്പോഴും ഒരുപാട് മനുഷ്യരെ കാണുമ്പോഴും ആ ഒരു തോട്ട് മാറാം. അപ്പൊ അത് തന്നെയാണ് തോന്നുന്നു അവരുടെ പേരൻസും പറഞ്ഞത്. കുറച്ചുകൂടെ കരിയർ ശ്രദ്ധിക്ക്, അല്ലെങ്കിൽ പഠിച്ച് ആ ഒരു ജോബൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സമയം വരെ ഇത് ഫോക്കസ് ചെയ്യണ്ട, നോക്കണ്ട എന്ന രീതിയിൽ അവർക്ക് കൃത്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എതിർപ്പിന്റെ അപ്പുറത്തേക്കും ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ബന്ധമൊന്നും ഇല്ല, കഴിഞ്ഞു എന്ന് എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇവർ കാണുന്നത് ഞാൻ ഇയാളോടൊപ്പം പോവാണെന്നൊരു മെസ്സേജ് ചെയ്തിട്ട് ഫോൺ ഓഫ് ആക്കി എന്നാണ് പറയുന്നത്. ഈ വീട്ടുകാര് ആ ഒരു ചെക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട് ഫുള്ള് ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ കാണുന്ന പോലെ ഒരു റീലാണ് ഇവരും കാണുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് ആ പെൺകുട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ബ്രദർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്തിൽ എഴുതിയത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി കൃത്യമായി സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങി ഇവരുടേതായിട്ടുള്ള വിശദീകരണം ഒരു പോസ്റ്റ് ഇടുന്നത്. അങ്ങനെയല്ല, ഇതിനകത്തിൽ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇയാൾ പറഞ്ഞതിനെ മൊത്തത്തിൽ അങ്ങനെയല്ല, കള്ളമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്തിൽ ആകെ ഏജ് കാറ്റഗറി വെച്ചിട്ട് ഇവരെ ഇങ്ങനെ കുറ്റം പറയുന്നതിന്റെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ ആരും നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോയതല്ല, ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ളതല്ല. പൊതുവെ സംശയം തോന്നാനുള്ള കാരണം അയാൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റുകളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് മനഃശാസ്ത്രപരമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കയ്യിലെടുക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ടായിരിക്കാം പലരും അയാളെ ഒരു കുറ്റം പറയുന്ന തലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിനെ ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ്, പെട്ടെന്ന് ഇതാണ് ശരിയെന്ന് തോന്നി, അതുകൊണ്ട് വേഗം തന്നെ കല്യാണം കഴിച്ചു. വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഈ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. വീട്ടുകാർ യാതൊരു വിധത്തിൽ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു അതൊക്കെ കേൾക്കുമ്പോഴാണ് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രപ്പോസലുമായി ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടുകാർക്ക് ഒരു കൺസേൺ കാണില്ലേ, നീ സ്വന്തമായിട്ട് പഠിച്ചൊരു തലങ്ങളിലേക്ക്. ഈ കണ്ടന്റുകളൊക്കെ ബ്രദറാണ് എഴുതി കൊടുത്തിരുന്നെന്ന് പറയുന്നുണ്ട്. പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് പെൺകുട്ടി അഭിനയിക്കുകയായിരുന്നു ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ ബ്രദർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിക്ക് അത് ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് അറിയാമായിരിക്കും കുറച്ചുകൂടെ ഒന്ന് മെച്ചുവർ ആയതിനു ശേഷം നിങ്ങൾക്ക് തീരുമാനം എടുത്താൽ മതി, ആ ഒരു തലങ്ങളിലേക്ക് പൊക്കോ. അപ്പോൾ അത് 19 വയസ്സുകാരി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പ്രപ്പോസലുമായി ചെല്ലുന്ന സമയത്ത് അവർ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതമൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ അത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതമാണ്. ലീഗലി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 18 വയസ്സിന് മുമ്പാണെങ്കിൽ നമുക്കത് പറയാമായിരുന്നു ചെറിയ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ലീഗലി ഉള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് പറയാൻ പറ്റും. 19 വയസ്സും വലിയ പെൺകുട്ടിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു സ്ട്രെസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കണമെന്ന് അയാളുടെ ഭാഗത്തു നിന്നൊരു സ്ട്രെസ് ഉണ്ടായിട്ടൊന്നും അല്ല കല്യാണം കഴിച്ചത്. രണ്ടുപേരും ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞെടുത്ത തീരുമാനമാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. സ്ട്രെസ് ഇല്ല എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രെസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേറെ കുറെ, അതായത് നമ്മൾ വീട്ടുകാരോട് നമ്മൾ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഒരാളുടെ കൂടെ നമ്മൾ പുറപ്പെടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന എന്താ, ഓക്കെ അവർക്ക് ഹേർട്ട് ആവുമല്ലോ, അത് നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നാലോചിച്ചിട്ടാവണം സ്വാഭാവികമായിട്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് അവർക്ക് സ്ട്രെസ് ഇല്ല. അപ്പം നമ്മളെ തന്നെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കണമല്ലോ ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ട വരുന്നത്, അപ്പം എന്നെ അവരെന്തിനാണ് വേദനിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു എന്താ പറയാ സ്ട്രെസ് വരാണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം. അവര് ഭയങ്കര കൂളായിട്ടാണ് അത് ചെയ്തെങ്കിൽ ഓക്കെ, ബാക്കി ഇപ്പം വീട്ടുകാരാവുമ്പോ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് അവര് ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങൾ. പക്ഷെ ഈ 19 വയസ്സും 33 വയസ്സും എന്നുള്ളത് ഭയങ്കര ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട് അതിന്റെ അകത്ത്. അപ്പൊ ഫഹദ് ഫാസിലിനെയും നസ്രിയെ സംബന്ധിച്ചാണ്. എല്ലാവർക്കും ഫഹദ് ഫാസിലും നസ്രിയ ആവാൻ പറ്റില്ല എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തം കണ്ട
ഓ ഫഹദ് ഫാസിലും നസ്രിയും കല്യാണം കഴിച്ചപ്പോൾ പ്രശ്നമില്ലായിരുന്നു, 10 വയസ്സ് 11 വയസ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നസ്രിയ ഒരു ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ കല്യാണം കഴിച്ചത്. എന്നുവെച്ചാൽ ഫഹദ് ഫാസിലിന്റെ ഭാര്യ എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ല നസ്രിയയ്ക്ക് നമ്മുടെ മുമ്പിലുള്ളത്. നസ്രിയയ്ക്ക് നസ്രിയയുടേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഐഡന്റിറ്റി ഉണ്ട്, നസ്രിയയ്ക്ക് നസ്രിയയുടേതായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അവരുടെ ബാക്കിയുള്ള ഫാമിലി സ്റ്റെബിലിറ്റിക്ക് അപ്പുറത്തേക്കും ഫഹദ് ഫാസിലിനെ എങ്ങനെയാണോ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നസ്രിയെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്യഭാഷകൾ ഉൾപ്പെടെ അഭിനയിച്ച മലയാളത്തിന്റെ ഒരു നടി തന്നെയായിരുന്നു നസ്രിയ. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചത്. അവിടെയാണ് ഈ പറയുന്ന ഡിഫറൻസ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന ഏജ് കാറ്റഗറി ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്. പണ്ട് കാലത്ത് 30 വയസ്സുള്ള ആള് 20 വയസ്സുള്ള പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, 10ഉം 12. ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ 10ഉം 8ഉം 9ഉം 10ഉം വയസ്സൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു ഓപ്ഷൻസ് കുറവായിരുന്നു. ഓപ്ഷൻ ഇല്ലാതെയായിരുന്നു അന്ന് ആ കല്യാണങ്ങൾ നടത്തിയിരുന്നത്. അറേഞ്ച് മാരേജ് ആയിരുന്നു. ലവ് മാരേജിൽ ഈ ഏജ് കാറ്റഗറി പ്രശ്നം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. അറേഞ്ച് മാരേജസിൽ വരുന്ന സമയത്ത് അത് അത്ര വലിയ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കിയിരുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രധാന വിഷയം, ഞാൻ ഈ ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂലും ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു ഈ പറയുന്ന രീതിയിൽ മാനസികപരമായി എത്തുന്ന ഒരു വളർച്ച ഏജ് കാറ്റഗറി അനുസരിച്ച് എത്തിയിട്ട് നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുത്തോ, അങ്ങനെ ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഫാമിലിയുടെ ഭാഗത്ത് നിന്നും പറയുന്നത്. കാരണം അത്രത്തോളം ഒരു വളരെ ഒരു പാട്രിയാർക്കിയിൽ മാറി നിൽക്കുന്ന ഒരു സമൂഹം ആ ഒരു ഫാമിലി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ആ പെൺകുട്ടിക്ക് അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു വീട് തന്നെയായിരുന്നു അത്. അതിന്റെ അപ്പുറത്തേക്കും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, പലർക്കും ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് വെറുതെ ആരെങ്കിലും ഏജ് കാറ്റഗറി എടുത്തു വെച്ചിട്ട് ഇവരിങ്ങനെ കല്യാണം കഴിച്ചില്ലേ, ഓ ഈ കുട്ടി കല്യാണം കഴിക്കുന്നതാണോ വിഷയം, അങ്ങനെയാണ്. പക്ഷേ ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി അവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവര് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടും അതിനകത്ത് കമന്റ് വരാൻ വേണ്ടിയിട്ടും ലൈക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാവർക്കും ഉള്ളിലുണ്ടാവും ഓക്കെ ഫെയിം ആവണം എന്നുള്ളൊരു സാധനം അവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിറ്റിസിസം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കണ പരിപാടിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കാണും, അത് എന്തെങ്കിലും പറയും, കമന്റ് ബോക്സ് ഉള്ളതേ അതിനാണ്. അവര് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് കമന്റ് ബോക്സ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. പല തോട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലവർക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ തോന്നും, ചിലവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തെറ്റാണെന്ന് തോന്നും. നമ്മൾ കേട്ടിട്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ, ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് കൂടുതലും വരുന്നത് ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റയിലാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റുകളും പിന്നെ തീ പാറുക, ലവ് സൈൻ ഇടുക, ഇതൊക്കെ ഇൻസ്റ്റയിലാണ് കുറച്ചുകൂടി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിറ്റിസിസം ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അവർ ചെയ്യും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം, അയ്യോ ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ തോന്നും. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഓക്കെ നമ്മൾ നാട്ടുകാരെ നോക്കി എന്തിനാ ജീവിക്കണേന്ന്. നാട്ടുകാരെ നോക്കി ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിറ്റിസിസം പറയരുത് എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവര് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഏജ് ഗ്യാപ്പിന്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എനിക്കുള്ള മെച്യൂരിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾക്ക്, എൻ്റെ അതേ ഏജ് ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്നത് എൻ്റെ മെച്യൂരിറ്റി ആയിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് മെച്യൂരിറ്റി കുറവായിരിക്കും, ചിലപ്പോൾ അവർക്ക് കൂടുതലായിരിക്കും. ഇത് ജീവിതങ്ങൾ കുറേയൊക്കെ കാണുക പഠിക്കുക എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ആരും പഠിപ്പിച്ച് വെച്ച് തരണമെന്നല്ലല്ലോ. നമുക്ക് വരുന്ന ഓരോ സ്ട്രഗിൾസിലൂടെയും അല്ലെങ്കിൽ നമുക്ക് വരുന്ന വേഴ്സ് കണ്ടീഷനിലൂടെയും നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളാണ്. മുമ്പിൽ കണ്ടിട്ടുള്ള കുറെ ജീവിതങ്ങൾ വെച്ചും കൂടെയാണ് ആൾക്കാർ ഇത് കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഇങ്ങനത്തെ മാരേജസ് ഒക്കെ കണ്ട് പരിചിതമായി അത് സക്സസ് അല്ല, അല്ലെങ്കിൽ അവർക്ക് മാനസികപരമായി കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നിങ്ങളൊന്ന് ക്യാപ്പബിൾ ആയ സമയത്താണ് ഈ തീരുമാനം എടുക്കുന്നതെന്ന് നമ്മുടെ മുമ്പിൽ കുറെ ലൈഫ് കണ്ടതുകൊണ്ടാണ് ഇത്തരം ക്രിറ്റിസിസംസ്. പക്ഷെ അവരവരുടെ ലൈഫിലുള്ള വേറൊരാളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാനും പറ്റില്ല. നമുക്ക് വരുന്ന കണ്ടീഷൻ വേറെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ലൈഫിലിരുന്നോ അയാൾ അത് ചെയ്തില്ലേ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാം. പക്ഷെ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സാധനം വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നു, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് അവരായിട്ട് തീർത്തോളും. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര ടെൻഷൻ
പിടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇടുക. അല്ലാണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തോരം ടൈം ഉണ്ട്, വെറുതെ കളയാൻ പറ്റുമോ? നമുക്ക് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ കളയാൻ സമയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ ജോലി ഇതാണ്. അതായത് നമ്മൾ എന്താ പറയാ, ഇങ്ങനത്തെ എന്തെങ്കിലും വൈറലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. നമുക്ക് അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള അതിന്റെ ഷോ ആണ് ശരിക്കും. ഡൈമെൻഷൻസിനെ പറ്റി നമ്മൾ പഠിക്കണം. ഒരു കാര്യം പറയുന്ന ഒരു റീൽസ് പുറത്തു വരുമ്പോ അതിന്റെ ആ ഒറ്റ വഴി കൂടെ പോയി നോക്കാതെ അതിന്റെ പ്രത്യേക ഡൈമെൻഷൻസും ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡൈമെൻഷൻസ് പോലും നമ്മൾ നോക്കണം. കാരണം അടുത്ത തവണ അവർ ആ ഒരു രീതിയിൽ ഇത് കേൾക്കുമ്പോഴെങ്കിലും ഇനി ഒരു റീലോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള മേഖലകൾ കൂടെ ചിന്തിച്ചിട്ടൊരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്.